ഇന്ത്യയുടെ ദേശീയ നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഉച്ചയ്ക്ക് ശേഷം ഭാരത് മണ്ഡപത്തിലാണ് യോഗം. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. ഇന്ത്യയെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയെ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെപ്പറ്റിയും ചർച്ച നടക്കും. വിവരങ്ങളുമായി ടി.എസ്. ആദർശ് തുടരുകയാണ്. ആദർശ്, 12 വർഷം നരേന്ദ്രമോദി സർക്കാർ പൂർത്തീകരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള നിർണായക യോഗം ചേരുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, ഉപമുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മറ്റ് ആരൊക്കെയായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക? മറ്റ് വിശദാംശങ്ങൾ കൂടി. NDA ഘടകകക്ഷികളുടെ നേതാക്കളും NDA അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമാണ് ഈ NDA ലീഡേഴ്സ് കോൺക്ലേവിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം 12 വർഷം പൂർത്തിയാക്കി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ അദ്ദേഹത്തെ ഈ യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യും. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും അഭിപ്രായം തേടൽ, NDA ഘടകകക്ഷികളുമായി വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ, 2047 വികസിത ഭാരതം എന്ന അജണ്ടയെ മുൻനിർത്തിയുള്ള അവലോകനവും ചർച്ചകളും ഇതൊക്കെ ഈ യോഗത്തിൽ നടക്കും. ഒപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നൽകുകയും കേന്ദ്ര മന്ത്രിമാരുമായി രാജ്യത്തിൻ്റെ പൊതു വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കുകയും ചെയ്യും. യെസ്, ഇന്ന് അതിനിർണായകമായ യോഗ നടപടിക്രമങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ ചേരുന്നത്. പ്രധാനമന്ത്രി അധികാരത്തിലേറിയിട്ട്, പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ട് 12 വർഷക്കാലം, അതായത് ഒരു വ്യാഴവട്ടം പൂർത്തീകരിക്കുന്ന ഒരു ശുഭദിനത്തിൽ തന്നെയാണ്, സുദിനത്തിൽ തന്നെയാണ് നിർണായകമായ യോഗ നടപടികളിലേക്കും ഇന്ത്യയെ കടക്കുന്നത്. ആദർശാണ് വിവരങ്ങൾ നൽകിയത്.